ഇനി എന്താണ് ഇൻഡസ്ട്രി? ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ഇടമാണ്. ഈ ഒരു കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഇപ്പോൾ ചെരുപ്പാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് റേസ് ചെയ്യുന്നു, എന്നിട്ട് അത് കുറേ പ്രോസസ്സിങ്ങിലൂടെ ഒരു ഗുഡ്സ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇപ്പൊ ലെതർ ആയിരിക്കും അതിനു വേണ്ടി യൂസ് ചെയ്യുക. ആ ലെതറിലൂടെ നമ്മൾ ആ ചെരുപ്പിലേക്ക് എത്തുന്ന ഒരു ഇതിനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ഇൻഡസ്ട്രി എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു റോ മെറ്റീരിയൽ, ഇപ്പൊ ഇവിടുത്തെ ചെരുപ്പുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ ലെതർ അല്ലെങ്കിൽ ഇപ്പൊ റബ്ബർ ആയിക്കോട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു അസംസ്കൃത വസ്തു ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പൊ ഈ ലെതറിലൂടെ, ലെതറിന് ഇവിടെ എന്താണ്, റോ മെറ്റീരിയൽ ആണ്, ലെതറിലൂടെ നമ്മൾ അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചെരുപ്പിലേക്ക് എത്തുന്നത്. ഓക്കെ, ആ ഒരു ചെരുപ്പിലേക്ക് അല്ലെങ്കിൽ ഷൂസിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, ഇൻഡസ്ട്രി. സോ ഇൻഡസ്ട്രി ട്രാൻസ്ഫോംസ് റോ മെറ്റീരിയൽസ് ടു ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പൊ ഇൻഡസ്ട്രീസിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: പ്രൈമറി ഇൻഡസ്ട്രി, സെക്കൻഡറി ഇൻഡസ്ട്രി ആൻഡ് ടെറിഷ്യറി ഇൻഡസ്ട്രി. അപ്പൊ ഇതെന്താണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി നമുക്ക് നോക്കി നോക്കാം. പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടിട്ട് പ്രകൃതിയിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നതാണ് പ്രൈമറി ഇൻഡസ്ട്രി. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിഷിംഗ്, നമ്മൾ നേരിട്ട് പ്രകൃതിയിൽ നിന്നാണ് മീൻ പിടിക്കുന്നത്. പൗൾട്രി ഫാമിംഗ്, അല്ലെങ്കിൽ ഇപ്പൊ കോഴി വളർത്തൽ, അല്ലെങ്കിൽ പശുവിനൊക്കെ വളർത്തുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ലാഭം കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ പശുവിനെ വളർത്തുന്നതിലൂടെ നമുക്ക് ആ പാല് വിൽക്കുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നു. ഇപ്പൊ ഹെൻ അല്ലെങ്കിൽ കോഴിയെ വളർത്തുമ്പോൾ നമുക്ക് എഗ്ഗിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ മീറ്റിലൂടെയോ നമുക്ക് ലാഭം കിട്ടുന്നു. ഫിഷിങ്ങിലൂടെ ആ ഫിഷ് നമുക്ക് പോയി വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്നു. ഇപ്പൊ നേരിട്ടിട്ട് മൈൻ ചെയ്യുക, അല്ലെങ്കിൽ കോളൊക്കെ മൈൻ ചെയ്തെടുക്കില്ലേ, ഖനനം, അതിലൂടെ നമുക്ക് അത് നേരിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്, അതിലൂടെ ലാഭം കിട്ടുന്നു. ഇതാണ് പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഈ പ്രൈമറി ഇൻഡസ്ട്രി തന്നെ രണ്ടെണ്ണം ഉണ്ട്: എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയും ജനറ്റിക് ഇൻഡസ്ട്രിയും. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് ആയിട്ടുള്ള നമ്മുടെ എർത്ത്, ഭൂമി, പിന്നെ കടല്, സീ, അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഫ്ലവേഴ്സോ ഒക്കെ ആവാം, ഇതിലൂടെ നമ്മൾ എടുക്കുന്നതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി. ഇപ്പൊ ഉദാഹരണം നിങ്ങൾ നോക്കി വെക്കണം എന്തായാലും. ഒന്നാമത്തത് മൈനിങ് ഓപ്പറേഷൻസ് എന്തൊക്കെ വരാം, അയേണ്, ഗോൾഡ്, പിന്നെ കോള്, പിന്നെ എന്തെങ്കിലും ഓയിൽ, പെട്രോളിയം, ഡീസൽ, ഇതൊക്കെ മൈനിങ്ങിൽ വരുന്നതാണ്. പിന്നെ ONGC എക്സ്ട്രാക്റ്റിംഗ്, അതിൽ ഗ്യാസ് അല്ലെങ്കിൽ ഓയിലൊക്കെ എടുക്കുന്നത്. പിന്നെ ഫിഷിങ്, സീ ഫുഡൊക്കെ. പിന്നെ വരുന്നത് ഫോറസ്ട്രി എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് മരം മുറിച്ചത് ടിമ്പറിലേക്ക് ആക്കുന്ന മരവ്യവസായം, ഇതൊക്കെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയാണ്. ഇനി ജനറ്റിക് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇവിടെ കൂടുതലായിട്ട് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽസിൽ നിന്നോ പ്ലാന്റിൽ നിന്നോ നമ്മൾ എടുക്കുന്നതാണ് ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നഴ്സറി നടത്തുന്നത്, നഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറയുന്ന നഴ്സറി ഈ പ്ലാന്റിന്റെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടെ അങ്ങനത്തെ പ്ലാന്റിന്റെ നഴ്സറി പോകുമ്പോൾ ഒത്തിരി ചെടികൾ നമുക്ക് കിട്ടും, വൈഡ് വെറൈറ്റി ഓഫ് ചെടികൾ അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ പ്ലാന്റ് കൾട്ടിവേഷൻ ചെയ്യുന്നത് പൗൾട്രി ഫാംസ് എന്ന് പറയുമ്പോൾ ഈ കോഴി വളർത്തുക, പശുവിനെ വളർത്തുക, അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ആപ്പിളിന്റെയും പിന്നെ അങ്ങനത്തെ ഫ്രൂട്ട്സിന്റെ ഫാമിങ്, ഓറഞ്ച് കൃഷി, ആപ്പിൾ കൃഷി, പിന്നെ ഫ്ലവേഴ്സിന്റെ കൃഷികൾ ഉണ്ടാവുക, ഓർക്കിഡിന്റെ കൃഷി, ആന്തൂറിയത്തിന്റെ കൃഷി, ഇതിലൂടെയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടും. പിന്നെ കാറ്റിൽ ബ്രീഡിങ്, പശുവിനെ വളർത്തുക, കന്നുകാലി, എല്ലാ രീതിയിലുള്ള കന്നുകാലികളെ വളർത്തുന്നതൊക്കെ എന്താണ്, ജനറ്റിക് ഇൻഡസ്ട്രിയാണ്. ഇതൊക്കെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ നേരിട്ടെടുക്കുന്നതാണ് പ്രൈമറി ഇൻഡസ്ട്രി. ഓക്കെ, ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൈമറിയിൽ നിന്ന് എടുത്ത ഏതെങ്കിലും സാധനം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നതാണ് സെക്കൻഡറി. ഇപ്പൊ നമ്മൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് റബ്ബർ എടുക്കുന്നു, ആ റബ്ബർ വെച്ചിട്ട് ഞാൻ എന്തൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. റബ്ബർ കൊണ്ട് നമുക്ക് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ ചെരുപ്പ് ഉണ്ടാക്കാൻ പറ്റും, ബാഗ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോൾ ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രകൃതിയിൽ നിന്ന് ഞാൻ മരം എടുക്കുന്നു, ആ മരം ഉപയോഗിച്ചിട്ടെങ്കിൽ ഫേർണിച്ചർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കട്ടിലുണ്ടാക്കാം, അൽമിറ ഉണ്ടാക്കാം, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലെ. ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന അസംസ്കൃത വസ്തുക്കളെ സെമി ഫിനിഷ്ഡോ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റോ ആക്കുന്നതാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഇതും രണ്ടെണ്ണം ഉണ്ട്, മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷനും. മാനുഫാക്ചറിങ്ങിൽ വരുന്നതാണ് ഇപ്പം നമ്മൾ ആ ഓയിൽ എടുത്തിട്ട് അത് റിഫൈൻഡ് ഓയിൽ ആക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കമ്പൈൻ ചെയ്തിട്ട് ഇപ്പം നമ്മൾ കുറേ സാധനങ്ങൾ എടുത്തിട്ട് ഒരു സോപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സിമെന്റ് ഉണ്ടാക്കുക. അപ്പം സിമെന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സിമെന്റ് നേരിട്ടൊരു സാധനമല്ല, കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തതാണ് സിമെന്റ് അല്ലേ. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെയാണ് മാനുഫാക്ചറിങ്ങിൽ വരുന്നത്. ഇപ്പം വേരിയസ് സ്റ്റേജസിലൂടെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ
ഷുഗർ നമുക്ക് നേരിട്ടിട്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതല്ല. നമ്മളെ ഷുഗർ കെയിൻ, കരിമ്പിൽ നിന്ന് നമ്മൾ കുറേ പ്രോസസ്സിലൂടെയാണ് നമുക്ക് ഷുഗർ കിട്ടുന്നത്. ഇപ്പോൾ ഒരു തുണി കിട്ടുന്നത്, ഇപ്പം ഒരു ഉദാഹരണം ഒരു ടീഷർട്ട് നമുക്ക് കിട്ടുന്നത് കുറേ പ്രോസസ്സിലൂടെയാണ് ആ ടീഷർട്ടിലേക്ക് എത്തുന്നത് അല്ലേ. പേപ്പർ കിട്ടുന്നത്, ഇതൊക്കെ നമുക്ക് എന്താ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ്. ഇനി കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ റെയിൽവേ, കനാല്, ടണൽ, ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റി, ഡാം, ബ്രിഡ്ജസ്, റോഡ്സ്, ഇങ്ങനത്തെയൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ നേരിട്ട് പ്രകൃതിയിൽ നിന്ന് നമ്മൾ എടുത്ത സാധനം ഫിനിഷ്ഡോ അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡോ ആക്കുന്നതാണ് സെക്കൻഡറി. ഇനി ഈ ഒരു പെർട്ടിക്കുലർ പ്രൈമറി ഇൻഡസ്ട്രീൻ്റെയും സെക്കൻഡറി ഇൻഡസ്ട്രീൻ്റെയും ഇടയിൽ എന്താ പറയുക, എനിക്കിപ്പം ഷുഗർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഞാൻ, സെക്കൻഡറി ഇൻഡസ്ട്രിയാണ്. അപ്പം എനിക്ക് ഷുഗർ കിട്ടണമെങ്കിൽ എനിക്ക് ഷുഗർ കെയിൻ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഈ ഷുഗർ കെയിൻ ഉള്ളതൊക്കെ തമിഴ്നാട്ടിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തണമെങ്കിൽ എന്തായാലും ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് ആവശ്യമാണ്, വേണ്ടേ? പിന്നെ അവരെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ചില സമയത്ത് ഇവിടെ ഇപ്പോൾ കോഴിക്കോടോ അല്ലെങ്കിൽ എറണാകുളം ആണ് ഞാൻ ഇവിടെ ഉള്ളത് ആയിരിക്കുക, ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടും എനിക്കത് കുറേ ഉണ്ട്, അത്ര എനിക്ക് ആവശ്യമില്ല. അപ്പം അത് സൂക്ഷിക്കാൻ എനിക്കൊരു ഗോഡൗൺ ആവശ്യമാണ്. അപ്പം അത് സൂക്ഷിക്കുന്ന ഗോഡൗണിൽ എന്തെങ്കിലും തീപിടുത്തുണ്ടായാലോ, അപ്പം ആദ്യമേ എനിക്കൊരു ഇൻഷുറൻസ് ആവശ്യമാണ്. ഇനി എനിക്ക് കിട്ടുന്ന പൈസ, ഒത്തിരി പൈസ കിട്ടി, മൊത്തം കയ്യിൽ വെക്കാൻ വയ്യ, അപ്പം ബാങ്കിങ് ആവശ്യമാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ആവശ്യങ്ങൾ ഞാൻ അവിടെ അപ്പോൾ പറഞ്ഞേ. അപ്പം ഈ പറഞ്ഞ ആവശ്യങ്ങളെ നമുക്കൊരു ഇൻഡസ്ട്രി ആക്കിയാലോ. ആ ഇൻഡസ്ട്രിയാണ് എന്ത്, ടെറിഷറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ നമ്മൾ വേരിയസ് ആയിട്ടുള്ള സർവീസസ് ആണ് കൊടുക്കുന്നത്. പ്രൈമറി ഇൻഡസ്ട്രീനും സെക്കൻഡറി ഇൻഡസ്ട്രീനും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സർവീസസ് ആവശ്യമുണ്ട്. അങ്ങനെ കൊടുക്കുന്ന സർവീസസ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയാണ് ടെറിഷറി ഇൻഡസ്ട്രി. ഇവർ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ ഫൈനാൻഷ്യലായിട്ട് എങ്ങനെയൊക്കെ കൊടുക്കാം, ബാങ്കിങ്ങിലൂടെ, ഇൻഷുറൻസിലൂടെ ഒക്കെ നമുക്ക് കൊടുക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഇപ്പം നമ്മൾ ഇവിടെ സെക്കൻഡറി ഇൻഡസ്ട്രി കോഴിക്കോടായിരിക്കും, പക്ഷെ പ്രൈമറി ഇൻഡസ്ട്രി വരുന്നത് മുംബൈയിലായിരിക്കും. അപ്പോൾ അവിടുന്ന് ഇവിടെ വരെ എത്തിക്കണ്ടേ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. എൻ്റർടൈൻമെൻറ്റ്, ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രി, മീഡിയ പ്രൊഡക്ഷൻ, പിന്നെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പം എന്താ പറയുക, ട്രാവൽ ഫെസിലിറ്റേഷൻ കൊടുക്കുക, ടിക്കറ്റ് ബുക്കിംഗ് കൊടുക്കുക, അതൊക്കെ ഇതിൽ വരും. പിന്നെ വെയർ ഹൗസിങ് അല്ലെങ്കിൽ എന്താണ് ഗോഡൗൺ ആയിട്ട്. ഇപ്പോൾ വെയർ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് സൂക്ഷിക്കാൻ ഗോഡൗൺ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ വെയർ ഹൗസിംഗ് ആയിട്ടൊരു ഇൻഡസ്ട്രി, അതാണ് ടെറിഷറി ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് 3 ഇൻഡസ്ട്രീസിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് കൊമേഴ്സ്. നമ്മൾ പറഞ്ഞു ട്രേഡ് പ്ലസ് ഓക്സിലറീസ് ടു ട്രേഡ് ആണ് കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ സാധനം ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയാണ് നമ്മൾ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ. ആൻഡ് കൺസ്യൂമേഴ്സ്, ഇത് വാങ്ങുന്ന ആളല്ലേ, ആ പ്രൊഡ്യൂസർ ഉണ്ടാക്കിയ സാധനം വാങ്ങുന്ന ആളാണ് കൺസ്യൂമർ. അപ്പൊ ഈ പ്രൊഡ്യൂസറിന്റെയും കൺസ്യൂമറിന്റെയും ഇടയിലുള്ളൊരു ലിങ്കാണ്. ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കാണ് ആര്, കൊമേഴ്സ്. ഓക്കെ, അപ്പം ഈ കൊമേഴ്സിൽ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് നടക്കുന്നത്. എക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ത് സാധനമാണോ നമ്മൾ വിൽക്കുന്നത് അത് നമ്മൾ സംഘടിപ്പിക്കുന്നു. സംഘടിപ്പിച്ച ശേഷം അത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. അത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ, സെയിൽ ചെയ്യുന്നു. ആ സെയിലിലൂടെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നു. അപ്പോൾ ഇതെന്തായി, കൊമേഴ്സായി. അപ്പോൾ കൊമേഴ്സിൽ മെയിൻ ആയിട്ട് 2 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്: ട്രേഡ് ആൻഡ് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡ് എന്ന് പറയുമ്പം സിമ്പിൾ ആണ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സോ അല്ലെങ്കിൽ സർവീസസോ വിൽക്കുന്നു, വാങ്ങുന്നു, അതാണ് ട്രേഡ്. ഈ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും നമുക്ക് ഒന്നും കൂടിയും ആ ഫ്ലോ എന്തായിരിക്കണം, സ്മൂത്ത് ആവണം. ആ ഫ്ലോ സ്മൂത്ത് ആക്കുന്ന ആൾക്കാരാണ് ഓക്സിലറീസ് ടു ട്രേഡ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ബാങ്കിങ്, ഇൻഷുറൻസ്, കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസ് എക്സെട്ര. ഓക്കെ, അപ്പം എന്താണ് മനസ്സിലായല്ലോ, കൊമേഴ്സ് ആൻഡ് ട്രേഡ് ടു കൊമേഴ്സ്. അപ്പോൾ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ട്രേഡ് പ്ലസ് ഓക്സിലറീസ് ടു ട്രേഡ് ആണ് കൊമേഴ്സ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഓക്കെ, അപ്പം നമുക്കിനി എന്താണ് ഈ ട്രേഡിൻ്റെ ടൈപ്സും ക്യാരക്ടറിസ്റ്റിക്സും നോക്കാം. അപ്പം ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും എന്താ ഇവിടെ നടക്കുന്നത്, ബൈയിങ്ങും സെല്ലിങ്ങും. അതാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. ട്രേഡിൽ ബൈയിങ്ങും സെല്ലിങ്ങും ആണ് നടക്കുന്നത്. ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെ നിന്ന്, ഒരു പേഴ്സണിൽ നിന്ന് ഒരു പേഴ്സണിലേക്ക്, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രേഡ് എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും ഒരു മിഡിൽ മാൻ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ
ഹോൾസെയിലർ, മൊത്ത കച്ചവടം നടത്തുന്ന ആള്. റീറ്റെയിലർ അറിയാലോ, ഈ മൊത്ത കച്ചവടം നടത്തുന്ന ആളുകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുന്ന റീറ്റെയിലർ. അപ്പൊ ഈ ഹോൾസെയിലറിനും റീറ്റെയിലറിനും ചിലപ്പം കണക്ട് ചെയ്യാൻ ഒരു മിഡിൽ മാൻ ഉണ്ടാവും, ഒരു ഇടനിലക്കാരൻ. എന്നിട്ടായിരിക്കും ആരിലേക്ക് എത്തുന്നുണ്ടാവുക? കസ്റ്റമറിലേക്ക്. അപ്പോൾ ഒരു മാനുഫാക്ചറർ ഉണ്ടാവും, ഹോൾസെയിലർ ഉണ്ടാവും, ഒരു മിഡിൽ മാൻ ഉണ്ടാവും, റീറ്റെയിലർ ഉണ്ടാവും. എന്നിട്ടാണ് ആ സാധനം ആരിലേക്ക് എത്തുന്നത്? കസ്റ്റമർ. പിന്നെ എപ്പോഴും ഒരു സപ്ലൈ ഡിമാൻഡ്, ഈ രണ്ടിനും ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് ട്രേഡ്. ഓക്കെ, ഇനി ട്രേഡിന്റെ 2 ടൈപ്പാണ്, ഇന്റേണൽ ട്രേഡും എക്സ്റ്റേണൽ ട്രേഡും. അപ്പൊ എന്താണ് ഇന്റേണൽ ട്രേഡ്, എന്താണ് എക്സ്റ്റേണൽ ട്രേഡ് നമുക്ക് നോക്കി നോക്കാം. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന ട്രേഡ് എല്ലാം എന്താണ്? ഇന്റേണൽ ട്രേഡ് ആണ്. അതായത് ട്രേഡിംഗ് വിത്തിൻ എ നേഷൻസ് ബോർഡർ, ഒരു രാജ്യത്തിന്റെ ബോർഡറിന്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ ട്രേഡും ഇന്റേണൽ ട്രേഡ് ആണ്. ഇതിൽ തന്നെ 2 എണ്ണം ഉണ്ട്, ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൾക്കായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാണ്. ആരെടുത്തുനിന്ന്? മാനുഫാക്ചറർ, അതായത് പ്രൊഡ്യൂസറിന്റെ അടുത്തുനിന്ന്, അത് ഉൽപ്പാദിപ്പിക്കുന്ന ആളെടുത്തുനിന്ന് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് അത് റീറ്റെയിലർക്ക് കൊടുക്കുന്ന ആളാണ് ഹോൾസെയിലർ എന്ന് പറഞ്ഞാൽ. അപ്പൊ റീറ്റെയിൽ ട്രേഡ് എന്തായിരിക്കും? സെല്ലിംഗ് ടു ഫൈനൽ കൺസ്യൂമേഴ്സ്, അതായത് ഏറ്റവും ലാസ്റ്റ് കൺസ്യൂമറിന് സാധനം കൊടുക്കുന്ന ആളാണ് റീറ്റെയിലർ. റീറ്റെയിലർ എടുത്ത് ഒരൊറ്റ സാധനം മാത്രമല്ല ഉണ്ടാവുക, വൈഡ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടാവും അല്ലെ. അതാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി എക്സ്റ്റേണൽ ട്രേഡ് എന്താ? എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 2 നേഷൻസ് തമ്മിൽ നടക്കുന്നത്. അപ്പം ഇന്ത്യ അല്ലെങ്കിൽ ചൈനയായിട്ടോ, ഇന്ത്യയും അല്ലെങ്കിൽ സിംഗപ്പൂരായിട്ടോ, ഇന്ത്യയും USA ആയിട്ടോ, അങ്ങനെ ഏതെങ്കിലും 2 നേഷൻസ് ആയിട്ട് ട്രേഡ് നടത്തുന്നതാണ് എക്സ്റ്റേണൽ ട്രേഡ്. ഇതിൽ വരുന്ന 2 ക്ലാസിഫിക്കേഷൻ ആണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും. ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട്. എക്സ്പോർട്ട് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളുടെ ഏതെങ്കിലും സാധനം നമ്മൾ ഫോറിൻ കൺട്രിയിലേക്ക് വിൽക്കുന്നത്. ഇപ്പം നമ്മളുടെ കുറച്ച് ട്രേഡ് മാർക്ക് ആയിട്ടുള്ള ഈ ആറന്മുള കണ്ണാടി, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഡിമാൻഡാണ് പുറത്ത് ഫോറിൻ കൺട്രീസിൽ. അപ്പം അങ്ങോട്ടേക്ക് നമ്മൾ സാധനം വിൽക്കുന്നത് എക്സ്പോർട്ട്. പുറമേ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത് ഇമ്പോർട്ട്. ഓക്കെ, ഇറക്കുമതിയും കയറ്റുമതിയും മലയാളത്തിൽ പറയും. അപ്പൊ ഇതാണ് ട്രേഡിന്റെ 2 ക്ലാസിഫിക്കേഷൻ, ഇന്റേണൽ, എക്സ്റ്റേണൽ. ഇന്റേണൽ 2 എണ്ണം ഉണ്ട്, ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. എക്സ്റ്റേണൽ 2 എണ്ണമാണ്, ഇമ്പോർട്ടും എക്സ്പോർട്ടും. ഇനി അടുത്തത് ഓക്സിലറീസ് ടു ട്രേഡ്. ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ മസ്റ്റ് ആണ് അല്ലേ. നമ്മൾ എന്ത് ട്രേഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ചിലപ്പോൾ അത് റോഡാവാം, സീ ആവാം, അല്ലെങ്കിൽ എയർപ്ലെയിനോ അങ്ങനെയൊക്കെ ആവാം. അപ്പോൾ ഫിസിക്കൽ മൂവ്മെന്റ് എപ്പോഴും ആവശ്യമാണ്. ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് വൈഡ് സ്പ്രെഡ് ആണ്, പല സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ കൊച്ചിയിലുണ്ടാവും, കോഴിക്കോടായിരിക്കും, മുംബൈ ആയിരിക്കും, അല്ലെങ്കിൽ നേപ്പാളിൽ പുറമേ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. പിന്നെ ബാങ്കിങ് ഫെസിലിറ്റി, നമുക്ക് എപ്പോഴും പേയ്മെന്റ് ചെയ്യാനും, അതായത് വിഡ്രോ ചെയ്യാനും, എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് എന്താണ്? ബാങ്ക് എപ്പോഴും ആവശ്യമാണ്. പിന്നെ വെയർ ഹൗസിങ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ എപ്പോഴും ഗുഡ്സ്, ഇപ്പം എന്താ പറയുക, ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഫ്രൂട്ട്സ് സ്റ്റോർ ചെയ്യാൻ നമുക്കൊരു സ്ഥലം വേണം. ഫ്ലവേഴ്സ് ആണെങ്കിൽ ആ ഫ്ലവർ സ്റ്റോർ ചെയ്യാൻ ഒരു സ്ഥലം വേണം. ഇങ്ങനെ സ്റ്റോർ ചെയ്ത സ്ഥലത്തിനെ ഗോഡൌണിനെ പറയുന്ന പേരാണ് വെയർ ഹൗസിങ് എന്ന്. ഇനി ഇൻഷുറൻസ്, നമ്മൾ പറഞ്ഞു ബിസിനസ്സിൽ എപ്പോഴും ഒരു റിസ്ക് എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ട്. ഈ റിസ്കിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ റെഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുക? ത്രൂ പ്രോപ്പർ ഇൻഷുറൻസ്. നമ്മൾ ആ ഗുഡിന് ഇൻഷുറൻസ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഗുഡ്സ് നശിച്ചു പോയി എന്ന് കരുതുക. അപ്പൊ കാരണം ജെനുവിൻ ആണെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് കിട്ടും? ആ എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഡാമേജ് ഓർ ലോസ്. എന്തെങ്കിലും ഒരു ലോസ് വരുന്നതിനോ അല്ലെങ്കിൽ ഒരു ഡാമേജ് വരുന്നതിനോ എതിരെ പ്രൊട്ടക്ഷനാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അഡ്വർടൈസിങ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പണിയല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ആവശ്യമല്ലേ പരസ്യം. കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യാൻ നമുക്ക് അഡ്വർടൈസിങ് വേണ്ടേ? അഡ്വർടൈസിങ്ങിലൂടെ വൈഡ് വെറൈറ്റി ഓഫ് കൺസ്യൂമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇൻഫോം ചെയ്യാൻ പറ്റും അല്ലേ, പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട്. പിന്നെ വേണ്ടത് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പം ടെലി കമ്മ്യൂണിക്കേഷനിലൂടെയോ ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിലൂടെ ഒക്കെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് സാധനം എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു മാനുഫാക്ചറർ, അതുപോലെ ഹോൾസെയിലർ. ഇപ്പോൾ ഹോൾസെയിലർ കിടക്കുന്നത് കൊച്ചിയിലാണെന്നൊന്ന് അസ്യൂം ചെയ്യാം, പക്ഷെ റീറ്റെയിലർ ഉള്ളത് ഒരു മധ്യപ്രദേശിലാണ്. എങ്ങനെയാണ് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? യെസ്, അപ്പോൾ ടെലിഫോണോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ നമുക്ക് ആവശ്യമാണ്.
അപ്പോൾ സോ കമ്മ്യൂണിക്കേഷനും ആവശ്യമാണ്. അപ്പോൾ ഇതാണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, വെയർഹൗസിംഗ്, ഇൻഷുറൻസ്, അഡ്വർടൈസിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അടുത്തത് എന്താണ് അഡ്വർടൈസിങ് നമുക്ക് നോക്കി നോക്കാം. അഡ്വർടൈസിങ് എന്ന് പറയുമ്പം ഇന്നത്തെ ഒരു കമ്പനിയുടെ കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമുക്ക് അഡ്വർടൈസിങ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ. അതായത് നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടൊരു കംപ്ലീറ്റ് അവയർനെസ് അഡ്വർടൈസിങ് തരുന്നുണ്ട്. പിന്നെ കസ്റ്റമേഴ്സിൻ്റെ അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ അഡ്വർടൈസിങ്ങിനെ കൊണ്ട് പറ്റുന്നുണ്ട്, പരസ്യങ്ങളെ കൊണ്ട്. ഇപ്പോൾ ടി വി വയ്ക്കുമ്പോഴും ഇപ്പോൾ ഒരു ഫോണിൽ നമ്മുടെ യൂട്യൂബിലൊരു എന്തെങ്കിലും കാണുമ്പോഴും അഡ്വർടൈസിങ് കയറി വരാറുണ്ട് അല്ലേ. അപ്പം അതുപോലെ ആ ഒരു ഓഫറിന് ഇപ്പം എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിൽ, ഒന്ന് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അതിനെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കാൻ എന്തിനു പറ്റുന്നുണ്ട്, അഡ്വർടൈസിങ്ങിന് പറ്റുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള ഇൻഫോർമേഷൻ ബാരിയർ, ഇവർക്ക് ഇപ്പോൾ ഇൻഫോം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പ്രൊഡ്യൂസറാണ് ഞാൻ, എനിക്ക് എൻ്റെ കൺസ്യൂമേഴ്സിനെ ഇൻഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ബാരിയർ റിമൂവ് ചെയ്യാൻ അഡ്വർടൈസ്മെന്റിനെ കൊണ്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇറ്റ് ഇൻഫ്ലുവൻസ് പർച്ചേസിങ് ഡിസിഷൻ ത്രൂ സ്ട്രാറ്റജിക് മെസ്സേജിങ്. എപ്പോഴും നമുക്ക് പർച്ചേസിങ് ഡിസിഷൻ, ആ സാധനം പർച്ചേസ് ചെയ്യാൻ എപ്പോഴും കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതും അഡ്വർടൈസിങ് ആണ്. ഓക്കെ, സോ ഇനി വരുന്നത് ബിസിനസ്സിൻ്റെ നമ്മൾ മൊത്തം എന്തൊക്കെയാണെന്ന് പഠിച്ചു നോക്കി നോക്കാം. ബിസിനസ് എന്താണെന്ന് പഠിച്ചു, ഇൻഡസ്ട്രി നോക്കി, കൊമേഴ്സ് നോക്കി, പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കി, ട്രേഡും ഓക്സിലറീസ് ടു ട്രേഡും പഠിച്ചു, ഇന്റേണലും എക്സ്റ്റേണൽ ട്രേഡും പഠിച്ചു. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ നമ്മൾ ഇത്രയും കാര്യങ്ങളാണെന്ന് നോക്കിയത്. ആക്ടിവിറ്റീസ് നോക്കി, അതിൽ എക്കണോമിക് ആക്ടിവിറ്റി, നോൺ എക്കണോമിക് ആക്ടിവിറ്റി, പിന്നെ ഒക്യുപ്പേഷൻസ്, ബിസിനസ് എന്താണ്, പ്രൊഫഷൻ എന്താണ്, എംപ്ലോയ്മെന്റ് എന്താണ്, വൊക്കേഷൻ എന്താണെന്നൊക്കെ നോക്കി, ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സും പിന്നെ ഇൻഡസ്ട്രി ടൈപ്പും നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. എളുപ്പമാണ്, നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ, നന്നായിട്ട് പഠിക്കണം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൾ.